അത് മെയിനായിട്ടും അവർക്ക് ഉറക്കം ശരിയാകുന്നില്ല എന്നുള്ളതാണ്. ഈ ഉറക്കം ശരിയാകുന്നില്ലാത്ത വ്യക്തികൾക്ക് തന്നെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലയിലൊരു സർട്ടൺ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ടച്ച് പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങി കഴിഞ്ഞാൽ നമ്മൾ 8 മണിക്കൂർ ഉറങ്ങുന്ന ഉറക്കം നമുക്ക് ഏകദേശം 3 മണിക്കൂർ ഉറങ്ങിയാൽ പോലും നമ്മൾ റിലാക്സ്ഡ് ആകും. സ്ട്രെസ്ഫുള്ളിൽ നിൽക്കുന്ന ഒരു ആൾക്ക് മെഡിറ്റേറ്റ് ചെയ്താൽ അയാൾക്ക് ഊർജ്ജം കിട്ടുമോ? ഇല്ല. അതുപോലെ തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുക, യോഗ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാലും അയാൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒറ്റ ഒരു മനുഷ്യരെ കുറിച്ച് മോശം പറയാൻ ഞാൻ സമ്മതിക്കും. അവിടെ ഓൺ ദ സ്പോട്ടിൽ നിന്ന് തന്നെ ഞാൻ മാറാൻ പറയും. കാരണം വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എല്ലാം ബ്രെയിൻ സെൽസിന്റെ പ്രവർത്തനങ്ങളാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് പവറാണ് വർക്ക് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിട്ടില്ലേ? പ്രപഞ്ചം എന്തെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ആശുപത്രി പോയി ഒരു ഓക്സിജൻ സിലിണ്ടർ എടുത്ത് വെക്കണമെങ്കിൽ കൊടുക്കണ്ടേ പൈസ? തീർച്ചയായും. അതാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ സ്ട്രെസ്ഫുൾ ലൈഫ് അല്ലെങ്കിൽ ഡിപ്രഷൻ ലൈഫ് ഇങ്ങനെ കടന്നു പോകുന്ന ജീവിതത്തിലൂടെയാണ് എല്ലാ ആളുകളും പോകുന്നത്. അത് വലിയ വലിയ ജോലികൾ ചെയ്യുന്ന ആളുകളാണെങ്കിലും ഒരുപാട് സാമ്പത്തികമുള്ള ആളുകളാണെങ്കിൽ പോലും ഈ ഒരു ലൈഫ് ഇപ്പൊ അത് നോർമൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അതായത് നമ്മുടെ ചിന്തകളാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ചിന്തകളാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരൻ ഓവർ സ്ട്രെസ്സാണ്. ഓവർ സ്ട്രെസ് ഒന്നെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സുകാരന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട എന്താണെന്നറിയാമോ? ഒരു ബിസിനസ്സുകാരന് അയാളുടെ സ്റ്റാഫ്. അതായത് ഒരു 99% നല്ല രീതിയിൽ ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളിൽ ഒരു സ്റ്റാഫ് കാരണം ബിസിനസ് നന്നായി പോകുന്നുണ്ട്, ഒരു സ്റ്റാഫ് കാരണം ബിസിനസ് മോശമായി പോകുന്നുണ്ട്. നമ്മുടെ ഈ പ്രോസസ്സിനകത്ത് ഒരു സ്റ്റാഫിനെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു വരെ നമ്മൾ ഇതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ്? അതൊക്കെ ടെക്നിക്കാണ്. അത് നമ്മൾ ക്ലാസ്സിലാണ് പറഞ്ഞു കൊടുക്കുന്നത്. അത് ആ വ്യക്തിയെ നമ്മൾ സെലക്ട് ചെയ്യുമ്പം ആ വ്യക്തി നമുക്ക് അനുയോജ്യമാണോ അല്ലോ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് നമ്മുടെ ബോഡിക്ക് അത് തിരിച്ചറിയാൻ പറ്റും. ആ ബയോഡാറ്റ എടുത്ത് വെച്ചിട്ട് 2 മിനിറ്റ് ഇരുന്നാൽ മതി, ആ വ്യക്തി നമുക്ക് പറ്റത്തില്ലെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റും. 2 ഭയങ്കര സ്ട്രെസ്ഫുൾ ലൈഫിലൂടെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാവരും IT കമ്പനിയിലെ ജോലികൾ ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് ഭയങ്കര പ്രഷർ ആയിരിക്കും. അപ്പൊ ആ പ്രഷറിന് ശേഷം പിന്നീട് സ്ട്രെസ് ആവും, അത് ഡിപ്രഷനിലേക്ക് പോകും, പിന്നീട് ജോലി ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഇപ്പൊ എഞ്ചിനീയർമാർ അങ്ങനെ, ഇപ്പൊ ഡോക്ടർമാരെ സംബന്ധിച്ചാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രോഗികളെ നോക്കി അവരൊരു സ്ട്രെസ്ഫുൾ ലൈഫിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്കൊരു റിലീഫോ എൻഗേജ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പൊ സർക്കാർ ജോലികൾ നോക്കി കഴിഞ്ഞാൽ പോലീസുകാർ പോലും പലപ്പോഴും ജോലി ഉപേക്ഷിച്ച് പോകാൻ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. കാരണം അത്രത്തോളം സ്ട്രെസ്സാണ്, ദിനം പ്രതി പ്രശ്നങ്ങളെ നേരിട്ട് അവർക്ക് തന്നെ മടുപ്പായി തുടങ്ങി. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഫലപ്രദമാകുന്നത് എങ്ങനെയാണ്? അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, സബ് കോൺഷ്യസ് മൈൻഡാണ് ഇത് പ്രധാന കാരണങ്ങൾ എന്ന് പറഞ്ഞല്ലോ. നമ്മൾ വ്യക്തികളും സാഹചര്യങ്ങളും എല്ലാം നമ്മൾ പോകുന്നു എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ചിന്തകളാണ് നമ്മളെ മാറ്റപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പം അതായത് വെച്ചാൽ ഇപ്പോൾ ഡോക്ടേഴ്സിന്റെ കാര്യം, നേഴ്സസിന്റെ കാര്യം ഇപ്പം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പൈലറ്റ്സ്, അതുപോലെ ഡ്രൈവർമാർ, ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ സ്ലീപ്പിംഗ് ഡിസോർഡർ എന്നാണ് പറയുന്നവർക്ക്. അത് മെയിനായിട്ടും അവർക്ക് ഉറക്കം ശരിയാകുന്നില്ല എന്നുള്ളതാണ്. ഈ ഉറക്കം ശരിയാകുന്നില്ലാത്ത വ്യക്തികൾക്ക് തന്നെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തലയിലൊരു സർട്ടൺ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ടച്ച് പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങി കഴിഞ്ഞാൽ നമ്മൾ 8 മണിക്കൂർ ഉറങ്ങുന്ന ഉറക്കം നമുക്ക് ഏകദേശം 3 മണിക്കൂർ ഉറങ്ങിയാൽ പോലും നമ്മൾ റിലാക്സ്ഡ് ആവും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത സാഹചര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 24 hours ആണല്ലോ നമുക്ക് ടൈം. അതിനകത്ത് 8 ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ്. അതായത് 8 മണിക്കൂർ ജോബ്, 8 മണിക്കൂർ നമ്മുടെ ആക്ടിവിറ്റി, 8 മണിക്കൂർ നമ്മുടെ സ്ലീപ്പിംഗ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ നമ്മൾ ഡോക്ടേഴ്സിന്റെ കാര്യം പറഞ്ഞു, നേഴ്സസിന്റെ കാര്യം പറഞ്ഞു, ഡ്രൈവേഴ്സ്, ദെൻ പൈലറ്റ്, ഇങ്ങനെയുള്ളവരൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊരിക്കലും നമ്മളൊക്കെ നോർമലി ജീവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മൾ 10 മണിയാകുമ്പോൾ കിടക്കുന്നു, ദെൻ 4 മണിയാകുമ്പോൾ 6 മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നു, അങ്ങനെ ഒരു ഷെഡ്യൂളുണ്ട്. പക്ഷേ ഈ നേഴ്സസിന് ഡോക്ടേഴ്സിന് അങ്ങനെ ഒരു ഷെഡ്യൂൾ ഉണ്ടോ? അവർക്ക് ഇല്ല. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഈ ഉറക്കം, പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടിയില്ല എങ്കിൽ ഡോക്ടേഴ്സിനും അറിയാം, എന്നെക്കാളും വലിയ അറിവുള്ളവരായിരിക്കും ചിലപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുന്നത്. അപ്പം ഞാൻ വെറുതെ സാധാരണക്കാരനാണ്, പക്ഷെ എൻ്റെ ഒരു തുച്ഛമായ അറിവിൽ നിന്ന് പറയുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പം തന്നെ നമ്മുടെ ബ്രെയിൻ സെൽസിനകത്തുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി റെഡ്യൂസ്ഡ് ആവാൻ തുടങ്ങും. റെഡ്യൂസ്ഡ് ആയാൻ തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും. ചില നേഴ്സുമാർ നമ്മളോട് ദേഷ്യപ്പെടുന്ന ശ്രദ്ധിച്ചിട്ടില്ലേ? ഹോസ്പിറ്റലൊക്കെ അവരുടെ തെറ്റല്ല, കാരണം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള സ്ലീപ്പിംഗ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. എന്നുവെച്ചാൽ 8 മണിക്കൂർ ഉറക്കുന്നതാണ് നമ്മൾ പറഞ്ഞത്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ തന്നെ അതർ ആക്ടിവിറ്റീസ്, 8 മണിക്കൂർ സ്ലീപ്പിംഗ്. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഉറക്കം കിട്ടിയില്ല എങ്കിൽ നമുക്ക് ഇതിനെല്ലാം
പ്രശ്നങ്ങളുണ്ട്. അപ്പം നമ്മൾ തലയിൽ ഒരു പോയിന്റ്സ് ഉണ്ട്, അതിന് പ്രത്യേകം തന്നെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ റിലാക്സ് മോഡിലേക്ക് പോകും. അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണർന്നുകൊണ്ട് തന്നെ നമ്മുടെ ബോഡി റിലാക്സ് ആകും. നമ്മുടെ ബോഡിയും മൈൻഡും നമ്മുടെ കൂടെ നിന്നാലേ നമുക്ക് ജീവിതം രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ബിസിനസ്സുകാരനൊരു ഈ ഹെലികോപ്റ്റർ പോയിന്റ് ഓഫ് വ്യൂ ആ ബിസിനസ് വേണ്ടത്. അതെ. അദ്ദേഹത്തിന് ഒരു കാരണവശാലും ബിസിനസ്സിൽ നിന്ന് കഴിഞ്ഞാൽ ഇന്ന കോണിലിരിക്കുന്ന സാധനം ഇന്നടത്തു നിന്ന് മാറ്റിയത് എന്തേ എന്ന് നോക്കാൻ പറ്റണം. ആ സ്ട്രെസ്ഫുൾ ലൈഫിൽ നിൽക്കുന്ന ആൾക്ക് അത് പറ്റുമോ? ഇല്ല. അപ്പം അയാൾ എപ്പോഴും എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ രാവിലെ വരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നു, ദെൻ ഡ്രസ്സ് ഇടുന്നു, നല്ല ഡ്രസ്സ് ഇടുന്നു, വാഹനത്തിൽ കയറുന്നു എന്ന് പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോരോ ടൈമുകളുണ്ട്. കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ ഈ ഒരു പ്രോസസ്സും ദൈനംദിനം നമ്മുടെ ജീവിതത്തിൽ അതിനൊരു ഭാഗമാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന എല്ലാ വ്യക്തികളും, അതായത് ബിസിനസ്സുകാരനായിക്കോട്ടെ, അതെങ്കിൽ നേഴ്സസ് ആയിക്കോട്ടെ, ഏത് ജോലി ചെയ്യുന്നവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതെ. പിന്നെ നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്, നമ്മുടെ ബോഡിയും മൈൻഡും ഒരേപോലെ നിൽക്കാത്തതുകൊണ്ടാണ് നമുക്ക് ആക്റ്റീവായിട്ട് നിൽക്കാൻ കഴിയാത്തത്. അതിനകത്ത് ഏറ്റവും വലിയ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സ്ട്രെസ്ഫുള്ളിൽ നിൽക്കുന്ന ഒരു ആൾക്ക് മെഡിറ്റേറ്റ് ചെയ്താൽ അയാൾക്ക് ഊർജ്ജം കിട്ടുമോ? ഇല്ല. അതുപോലെ തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുക, യോഗ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാലും അയാൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുമോ? ഇല്ല. അയാൾ കാലങ്ങളോളം ചെയ്യണം. അതായത് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ്സാണ്. അത് കുറേ കാലങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. ആക്സസിൻ്റെ പ്രത്യേകത അങ്ങനെയല്ല. നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പം തന്നെ നമ്മുടെ മനസ്സിലും ബോഡിയിലും നമ്മൾ ചെയ്യുന്ന അറ്റ്മോസ്ഫിയറും എല്ലാം നമുക്ക് ചേഞ്ചസ് നമുക്ക് ഫീൽ ചെയ്യും. അതായത് നമ്മുടെ ഓറ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലാണ് കാണിക്കുന്നത്. ഫേസിൽ തന്നെ, അതായത് നമ്മൾ എന്തോ ഒരു അട്രാക്റ്റീവ് മോഡിലേക്ക് മാറും. അതായത് നമ്മൾ കാന്തത്തിന്റെ അട്രാക്ഷൻ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു അട്രാക്റ്റീവ് മോഡിലേക്ക് നമ്മുടെ മൈൻഡ് പതിയെ വരും. അതായത് ഇപ്പൊ നമ്മൾ രണ്ടുപേരൊക്കെയാണെങ്കിൽ തന്നെ എന്നോട് സംസാരിക്കാനുള്ളൊരു ഇഷ്ടം ഉണ്ടെങ്കിലല്ലേ എന്നോട് സംസാരിക്കത്തുള്ളൂ. നേരെ മറിച്ച് എന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് ഞാൻ അവിടെ സ്കൂട്ടാകാൻ ശ്രമിക്കും. അതെ. എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ വ്യക്തികളും സാഹചര്യങ്ങളും എല്ലാം നമുക്ക് അനുകൂലമായി വരാനായിട്ടുള്ള പ്രോസസ്സുകൾ നമ്മളിൽ പ്രപഞ്ച ശക്തിയാൽ നിയന്ത്രിക്കപ്പെടും. ഈ സർവശക്തനായ തമ്പുരാൻ എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മളെല്ലാവരും ഇൻഫിനിറ്റീവ് ബീയിങ് ആണ്. ആരും മോശക്കാരല്ല. ഇത് പറയുമ്പോൾ പലർക്കും ദഹിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മിടുക്കനാണ്, ഞാൻ നല്ലവനാണ്, എനിക്ക് എല്ലാ കഴിവുകളും ഉണ്ട്. ഈ സർവശക്തനായ തമ്പുരാൻ ഈ പ്രപഞ്ചത്തിലേക്ക് എന്നെ വിട്ടിരിക്കുന്ന സമസ്ത സൗഭാഗ്യങ്ങളും ആസ്വദിക്കാനായിട്ടാണ് എന്നെ ഈ ഭൂമിയിലേക്ക് വിട്ടത് എന്ന് ഞാൻ എന്ന് തിരിച്ചറിയുന്നു എന്ന് മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബോഡിയിൽ ഈ പ്രോസസ്സ് ചെയ്യുമ്പം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും വേണ്ടാത്ത എന്തൊക്കെ ഊർജങ്ങളുണ്ടോ, നമ്മുടെ ജീവിത വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന ബിസിനസ് ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, ദെൻ ക്രിയേറ്റിവിറ്റി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സിനിമ നടന്മാർ, എഴുത്തുകാർ, അങ്ങനെയുള്ളവർ. അത് വെച്ചാൽ എഴുത്തുകാരൊക്കെ എനിക്ക് ഒരുപാട് പേര് വരുന്നുണ്ട്. സിനിമാ ഫീൽഡിൽ നിന്നുള്ള മികച്ച ആൾക്കാരുടെ ഇടയ്ക്ക് വരുന്നുണ്ട്. വലിയ ബിസിനസ്സുകാർ ഞാൻ ക്ലാസ്സിനൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ വരുന്നതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ശക്തിയെ തിരിച്ചറിഞ്ഞു പോകുമ്പം നമുക്ക് വേണ്ടാത്ത സാഹചര്യങ്ങളിൽ നിന്ന് പതിയെ നമ്മൾ മാറാൻ തുടങ്ങും. ആ വ്യക്തികളും സാഹചര്യങ്ങളിൽ നിന്നും നമ്മൾ പതിയെ മാറും. എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ജീവിതത്തെ നമ്മൾ രക്ഷപ്പെടത്തുള്ളൂ. ഇത്രേ ഉള്ളൂ. ആക്സസ് പറയുന്ന ഇത്രേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ശക്തിയെ തിരിച്ചറിയൂ, നിങ്ങൾ ആരാന്ന് മനസ്സിലാക്കൂ. യു ആർ ആൻ ഇൻഫിനിറ്റീവ് ബീയിങ്, നോട്ട് എഫിനിറ്റ് ബീയിങ്. മറ്റൊരിടത്ത് പറയുന്ന ചിന്തകളും സാഹചര്യങ്ങളും അനുസരിച്ച് ജീവിച്ചു പോകേണ്ട ഒരു വ്യക്തിയല്ല നിങ്ങൾ. നിങ്ങളുടെ ശക്തിയെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ഊർജം എന്താണെന്നും ആ ഊർജത്തെ ശക്തിപ്പെടുത്തി വലിയ സംഭവമായി ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന അതിശക്തനായ ഒരു വ്യക്തിയായി നമ്മൾ മാറാതെ, ആ ഊർജത്തിനെ നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഹിന്ദു മിത്തോളജി പ്രകാരം പരാശക്തി എന്ന് പറയുന്നു, ക്രിസ്ത്യൻ മിത്തോളജി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നു, ദെൻ അള്ളാഹു എന്ന് മുസ്ലിം മിത്തോളജിയിൽ അള്ളാഹു എന്ന് പറയുന്നു. ഈ മൂന്ന് ശക്തികളുടെ എല്ലാ ഊർജ്ജങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മൾ ഡിഫറെന്റ് പേര് പറയുന്നത്. ആക്സസ് ഇതിനെല്ലാം ഒന്നായിട്ടാണ് കാണുന്നത്. ആക്സസ് പഠിക്കുന്നവർക്ക് എല്ലാവരും ഒന്ന് തന്നെയാണ്. നമുക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. സ്നേഹമാണ് ദൈവം. സ്നേഹമാണ് ദൈവം. കുറ്റം പറയാതിരിക്കുന്നതാണ് ദൈവം. ഒരു മനുഷ്യരെ കുറിച്ച് എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഒരു മനുഷ്യരെ കുറിച്ച് മോശം പറയാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവിടെ ഓൺ ദ സ്പോട്ടിൽ നിന്ന് തന്നെ ഞാൻ മാറാൻ പറയും. കാരണം വേറൊന്നും കൊണ്ടല്ല, അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എല്ലാം ബ്രെയിൻ സെൽസിന്റെ പ്രവർത്തനങ്ങളാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് പവർ ആണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതാണല്ലോ നമ്മൾ തലയിൽ ചർച്ച ചെയ്യുന്നതെന്ന് പറയുന്നത്. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് പവർ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നാളെ വീണ്ടും നമ്മൾ അയാളുടെ കുറ്റം പറയാൻ തുടങ്ങും.
അപ്പൊ നമ്മുടെ എനർജി എന്താവും? ഡൗൺ ആവും. അപ്പൊ നമ്മുടെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, നമ്മളെ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ചെയ്തു നാളെ ചെയ്തില്ല, അങ്ങനെയല്ല. എല്ലാ ദിവസങ്ങളും നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള അലൈൻമെന്റ്, പ്രപഞ്ചമായിട്ടുള്ള ഒരു അലൈൻമെന്റിലൂടെ നമ്മൾ പോകുമ്പോഴത്തേനും സാധ്യതകൾ നമ്മളിലേക്ക് തുടങ്ങും. ശ്രദ്ധിച്ചിട്ടില്ലേ, പ്രപഞ്ചം എന്തെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ആശുപത്രി പോയി ഒരു ഓക്സിജൻ സിലിണ്ടർ എടുത്ത് വെക്കണമെങ്കിൽ കൊടുക്കണ്ടേ പൈസ? തീർച്ചയായും. അതാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ആദ്യമേ ഈ വിഭവങ്ങൾ തന്നതിനെല്ലാം നന്ദി പറഞ്ഞു നോക്കിക്കുക. ആക്സസ് അതാ പറയുന്നത്, നിങ്ങൾ ആദ്യം നന്ദി പറയാൻ ശ്രമിക്കൂ. ഓരോ നിമിഷങ്ങളും ഇപ്പം നിങ്ങൾ എനിക്ക് ഇന്റർവ്യൂ തരുന്നതിന് ഞാനിപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. അങ്ങനെ അങ്ങേപ്പോലുള്ളവരോട് എനിക്ക് സംസാരിക്കാൻ ഈശ്വരൻ എനിക്ക് ഇപ്പോൾ ഒരു സാഹചര്യം തന്നു, അതിന് ഞാൻ നന്ദി പറയുക. ഗ്രാറ്റിറ്റ്യൂഡ്, അത് ആചാര്യന്മാരെല്ലാം പറയുന്നുണ്ട്, നന്ദി 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 നന്ദി. സ്നേഹവും നന്ദിയും കടപ്പാടും ഉള്ളിടത്തെ വിജയം സുനിശ്ചിതമാകത്തുള്ളൂ, വിജയം ഉണ്ടാകത്തുള്ളൂ. അല്ലാത്ത വ്യക്തികൾ, നമ്മളിപ്പോൾ അതാ പറഞ്ഞ ഒരു വിളക്ക് കത്തിച്ച്, ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥന കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് അന്നേരെ വഴക്ക് പിടിക്കുകയും അത് പറയുകയും ഇത് പറയുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ഫലം ഉണ്ടാകുമോ? ഇല്ല. എല്ലാം അലൈൻമെന്റുകളാണ്. ഈച്ച് ആൻഡ് എവറിത്തിങ് ഇസ് അലൈൻമെന്റ്. എല്ലാം പ്രപഞ്ചമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മൾ ചെയ്യുന്നത് എന്താണോ അതിൻ്റെ ഫലം മാത്രമേ നമ്മളിലേക്ക് ലഭിക്കത്തുള്ളൂ. നമ്മൾ നല്ലത് ചെയ്താൽ നമ്മളിലേക്ക് നല്ലത്. അപ്പം നല്ലത് എങ്ങനെ ചെയ്യണമെന്നും അത് ഏത് രീതിയിൽ വർക്കൗട്ട് ചെയ്താലാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സക്സസ്, പണമായിക്കോട്ടെ, നമ്മുടെ സർഗാത്മകമായ കഴിവുകളായിക്കോട്ടെ, ദെൻ വ്യക്തികളായിക്കോട്ടെ, സാഹചര്യങ്ങളായിക്കോട്ടെ, എല്ലാം നമ്മളുടെ ജീവിതത്തിൽ സംബന്ധിക്കുന്ന സമസ്ത മേഖലകളിലും നമ്മളെ സ്കില്ല് കാണിക്കാൻ പറ്റും. സാധാരണക്കാരനായ എൻ്റെ അടുക്കൽ ഈ ലോകത്ത് ഓസ്ട്രേലിയയിലും ഒക്കെ ഇഷ്ടംപോലെ ഫെസിലിറ്റേറ്റർമാരും ഒക്കെ ഉള്ളതാണ്. നമ്മുടെ കേരളത്തിലേ ഉള്ളൂ കുറവായിട്ടുള്ളൂ. കേരളം വിട്ടു കഴിഞ്ഞാൽ ഔട്ട്സൈഡ് നമ്മുടെ, അതായത് ഇന്ത്യക്കുള്ളിൽ, കേരള അകത്തെ സംസ്ഥാനങ്ങളിലും ദെൻ ലോകരാജ്യങ്ങളിലെല്ലാം, ചൈന ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഇഷ്ടംപോലെ ഫെസിലിറ്റേറ്റർമാരുണ്ട്. അപ്പം സംതിങ് ഇപ്പം ഞാൻ എന്നെ ഇതായിട്ട് പറയല്ല, പല ആൾക്കാരുണ്ട് ഫെസിലിറ്റേറ്റർമാർ. ഈ ഫെസിലിറ്റേറ്റർമാരുടെ ആൾക്കാർ ഇപ്പം എൻ്റെ അടുക്ക തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഇടയ്ക്കാണല്ലോ സൈക്കോളജിസ്റ്റുകളാണ് കൂടുതലും വന്നത് ക്ലാസ് പഠിക്കാനായിട്ട്. ഈ സാധാരണക്കാരനായ എൻ്റെ അടുക്ക ഇത് വന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഒരു എനർജി വർക്കൗട്ട് ആയതുകൊണ്ടല്ലോ. അല്ലെങ്കിൽ ഈ ഒരു സാധാരണ നാട്ടുമ്പുറത്തുകാരനായി എൻ്റെ അടുക്ക ഇത് പഠിക്കാൻ ആരും വരുമോ? ഇല്ല. അതാണ് യൂണിവേഴ്സൽ എനർജി. നമ്മൾ ഇത്രേ ഉള്ളൂ, കോൺഷ്യസ്നസ് സ്പ്രെഡ് ചെയ്യുക, മാക്സിമം കോൺഷ്യസ്നസ്. മറ്റ് ചിന്തകളിലൂടെയും വ്യക്തികളും സാഹചര്യങ്ങളും നമ്മളെ എന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നോ, എന്ത് ചിന്തകളാണോ മറ്റൊരുത്തരും നമ്മുടെ മേലിൽ അടിച്ചേക്കപ്പെടുന്നത്, അന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയം തുടങ്ങും. നമുക്കിഷ്ടമുള്ളത് ചെയ്യുക, നമ്മൾ ഇഷ്ടമുള്ളതിനെ ആസ്വദിക്കുക, ഇഷ്ടമുള്ളത് ചെയ്യുക. മനസ്സിലായില്ലേ? അങ്ങനെ ഓരോരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വേണ്ടുന്ന ഓരോരോ സിംഗിൾ കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി ചെയ്തേ. അതെങ്ങനെയാണ് സന്തോഷത്തോടെ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ആസ്വദിക്കേണ്ടത്, അതാണ് നമ്മൾ ആക്സസിലൂടെ പഠിപ്പിക്കുന്നത്.